അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. നമുക്ക് ഫൈറ്റ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആ സമയമാകുമ്പോൾ വീണ്ടും നമുക്ക് വളരെ പ്രതീക്ഷയോടെയാണ് രമേശ് ചെന്നിത്തല കയർ വകുപ്പ് മന്ത്രിയായിട്ട് ഏറ്റെടുത്തത് ആലപ്പുഴ കാണുന്നത്. ഇവിടെ ഇത് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്ത് പോയി വേറെ പണി വെക്കരുത്. ഇവരുടെ ഉപകമായി കയറും തൊഴിൽ ഉപജീവന മാർഗമാക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ കയർ മേഖലയെ, കയർ തൊഴിലാളി മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞിട്ട് ഒരുപാട് നാളായി എന്നുള്ളത് തീർത്തും സത്യമായിട്ടുള്ള കാര്യമാണെന്നൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പലപ്പോഴും. നമ്മൾ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം വോട്ട് പിടിക്കാൻ പോകും. എല്ലാവരുടെ പോകാറുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ അടുത്ത് പോകാറുണ്ട്, കയർ തൊഴിലാളിയുടെ അടുത്ത് പോകാറുണ്ട്, കർഷക തൊഴിലാളിയുടെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ രംഗമേഖലയിൽ നിൽക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അവർ നമ്മളോട് പറയും. ആ പ്രയാസങ്ങൾ പറയുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവരിത് പറയുമ്പോൾ അത് പരിഹരിക്കണം. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, അദ്ദേഹം കയറിൻ്റെ കൂടെ ചുമതലയേറ്റ് മന്ത്രിയായി ഏറ്റെടുത്തു. അദ്ദേഹം 2 മീറ്റിങ്ങുകൾ കയർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇല്ല, ഇവിടെ വിളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കയർ മേഖലയിൽപ്പെട്ട തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഞാൻ പറയില്ല, നിരന്തരമായി കഴിഞ്ഞ ഞാൻ 2009 പാർലമെൻറ്റ് അംഗമായ കാലം മുതൽ 17 കൊല്ലം പ്രത്യേകിച്ച് ഈ കയർ തൊഴിലാളുമായി നിൽക്കുന്ന ആളുകളുമായി നിരന്തരമായി ബന്ധപ്പെടുന്നതുകൊണ്ടും ആ മേഖലയിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ പറയുന്നതുകൊണ്ടും നിരന്തരമായി അവരെന്നെ വന്ന് കാണാറുണ്ട്. അവർ വന്ന് സംസാരിക്കും, അവർ ബന്ധപ്പെടും. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ 2 പ്രാവശ്യം മന്ത്രി വിളിച്ചു കൂട്ടി മന്ത്രി അതിനുള്ള നടപടികളെടുത്തു. എന്നോട് സംസാരിച്ചുകൊണ്ട് ഞാനത് തന്നെയാണ് പറഞ്ഞത്, മിനിസ്റ്റർ അക്കാര്യത്തിൽ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം സന്തോഷവശാൽ 27 കയർഫെഡിൻ്റെ കുടിശ്ശികയായാലും കോർപ്പറേഷൻ്റെ കുടിശ്ശികയായാലും ഒക്കെ തന്നെ 27ഓളം കോടി രൂപയോളം സർക്കാർ ഏറ്റവും മുൻഗണന നൽകി, മറ്റേത് രംഗത്തേക്കാൾ കൂടെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകി കയർ വകുപ്പിന് അനുവദിച്ചു കൊടുത്തു. കയർ വകുപ്പ് നിർവഹിച്ചു എന്ന് പറയുന്നത് ഞാൻ അതിനെ അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഈ പ്രയോറിറ്റിയാണ് കയർ വകുപ്പ് ആവശ്യപ്പെടുന്നത്. അവർ അർഹിക്കുന്നതാണ്. എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രയാസം ഏറെ ഉണ്ടാവും. ഈ കയർ മേഖലയിലെ അടിസ്ഥാന തൊഴിലാളിയായ കയർ തൊഴിലാളിയുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത മുൻഗണന പോലെ എല്ലാ വർഷവും ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ മുൻഗണന കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുമാണിത്. അവർക്ക് അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അതിന് കയർ മന്ത്രി എടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ചെയർമാനുണ്ട്, കയർ കോർപ്പറേഷനുണ്ട്, തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾപ്പെട്ട ആളുകളുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് രാഷ്ട്രീയം ഇതിനകത്ത് ഒഴിവാക്കണം. നമ്മൾ ഈ കയർ തൊഴിലാളിയുടെ ജീവിത പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഇവൻ ഇന്ന സംഘമാണ്, മറ്റവൻ അന്ന സംഘമാണ് എന്ന് നോക്കാതെ, സംഘങ്ങളുടെ കളർ നോക്കാതെ, ആ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള പാവപ്പെട്ട കയർ തൊഴിലാളിയുടെ മുഖം നോക്കിയിട്ട് അവൻ്റെ വേദന നോക്കിയിട്ട് തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് ഗവൺമെൻറ് ബാക്കി എല്ലാവരെയും കൂടി അതിന് പ്രാപ്തരാക്കിയാൽ, കൂലി വർധനവില്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെങ്കിൽ അത് കയർ മേഖലയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ പറ്റും? ജീവിത നിലവാരം എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ജീവിത പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂലി വർദ്ധിക്കാത്ത എത്ര വർഷമായി നോക്കിയട്ടെ, മിനിസ്റ്റർ നോക്കി, മിനിസ്റ്റർക്ക് അറിയായിരിക്കും എത്ര വർഷമായി കൂലി വർധന ഇല്ലാത്തത്. അതുപോലെ ശകരി കൊടുക്കുമ്പോൾ, കയറ് കൊടുക്കുമ്പോൾ, കാര്യം കൊടുക്കുമ്പോൾ ഒക്കെ തന്നെ ഒരു ബാലൻസ്ഡ് ആവശ്യപ്പെട്ട അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുക്കാനുള്ള ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. നമുക്ക് ഫൈറ്റ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആ സമയമാകുമ്പോൾ വീണ്ടും നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കയർ തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഫേസ് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ ജീവിതത്തിന് കാര്യമായ മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കുണ്ടാകണം. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മണ്ണാണിത്. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. അത് ചോദിക്കും എന്നോട് നാടിന് അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് മഹാനായ വയലാർ പാടിയ നാടാണ് ഈ നാട്. പക്ഷെ അവരിന്ന് ചിരിക്കാതെ, ആഘോഷിക്കാതെ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പെടുന്ന പെടാപ്പാട് നമ്മളെല്ലാം മനസ്സിൽ വേദനയുണ്ടാക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ മാത്രമാണ്. വിഷയങ്ങളെല്ലാം ഞാൻ മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ആളാണ്. എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് പണിയില്ലാത്ത തൊഴിലാളിക്ക്
നമ്മളെല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നത് കയർ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നത് റിട്ടയർ ചെയ്തവർക്കാണ്. പണിയില്ലാത്ത തൊഴിലാളികൾക്ക് അവർക്കൊരു ആനുകൂല്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് സപ്ലൈ. ഇന്ന് മന്ത്രി ഇന്ന് എന്നത് പ്രഖ്യാപിച്ച അത്രയും സന്തോഷം. ക്യാബിനറ്റിന് അപ്രൂവൽ വേണമെങ്കിൽ ക്യാബിനറ്റ് കഴിഞ്ഞ് പ്രഖ്യാപിച്ച് അവർക്കൊരു തുക കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് വളരെ പ്രതീക്ഷയോടെയാണ് രമേശ് ചെന്നിത്തല കയർ വകുപ്പ് മന്ത്രിയായിട്ട് ഏറ്റെടുത്തത് ആലപ്പുഴ കാണുന്നത്. വി ആർ ഓൾ വിത്ത് യു ടു സപ്പോർട്ട് വാട്ട് എവർ തിങ് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കൊയർ. ഫുൾ ഹാർട്ടഡ്ലി വി ആർ വിത്ത് യു. പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ഇതിൽ കക്ഷി രാഷ്ട്രീയ ദേവകുമാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പുറത്ത് പോയി വേറെ പണി വെക്കരുത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവിടെ CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, BJP ഉണ്ടെങ്കിൽ അവരായ പോലും കയർ മേഖലയിൽ നമുക്ക് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം.